അപ്പോൾ വെൽക്കം ടു അവർ വ്ളോഗ്. നമ്മൾ ലോങ് ബേ എന്നല്ല ഇതിൻ്റെ പേര്, ലോങ് ബേ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. അത് ലോങ് ബേ എന്നുള്ള പേര് പോലെ തന്നെ നല്ല ലോങ് ആയിട്ട് കിടക്കുന്ന ബീച്ചാണ്, നല്ല അറ്റം വരെ കിടക്കുന്നുണ്ട്. ഇത് ഓക്ലാൻഡിൻ്റെ നോർത്ത് സൈഡിൽ, ന്യൂസിലാൻഡിൽ ഓക്ലാൻഡിൻ്റെ നോർത്ത് സൈഡിലേക്കാണ് ഈ ബീച്ചുള്ളത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് ഫീൽ ചെയ്തത്, ഇവിടെ ഒത്തിരി പേര് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ക്യാമ്പ് ചെയ്യുന്നു, പിന്നെന്താ ബാർബിക്യൂ ചെയ്യുന്നു, പിന്നെ ഒരുപാട് ബർത്ത്ഡേ പരിപാടിയൊക്കെ നടത്തുന്നു. അതായത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ബർത്ത്ഡേ പരിപാടി. ഞങ്ങൾ ദുബായിലുള്ളപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്പോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സ്പോട്ട് വളരെ ചുരുക്കം കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സ്പോട്ട് കാണുന്നത്. അടിപൊളി സ്ഥലം അല്ലേ? ഒരു വൈകുന്നേരം വന്ന് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട്, അല്ലെങ്കിൽ ബീച്ചിൽ ഇറങ്ങാം. അതും അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഓപ്പണായിട്ട് നമ്മൾ ഒരു പരിപാടി വെക്കണമെന്നുണ്ടെങ്കിലും എല്ലാ ഫംഗ്ഷൻസിനും ഇവിടെ വന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് നമുക്ക് എല്ലാം ഒരു ഡേ അടിച്ചു പൊളിച്ചിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കണ്ടേ. കരിയല്ലേ അതാ ബീച്ചിൽ വന്നപ്പോൾ തന്നെ മണ്ണിൽ കളി തുടങ്ങിയിട്ടുണ്ട്. ബീച്ചിൽ ഇറങ്ങാനുള്ളൊരു പ്ലാനിലല്ല വന്നത്, വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് നടക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഒരുപാട് പേര് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ വരെ പോയിട്ടും അവരുടെ അത്രയും വെള്ളമുള്ളൂ, ആഴം ഉണ്ടാവില്ല. പിന്നെ അവിടെ ഒരു അറ്റത്തൊരു മല പോലെ നിൽക്കുന്ന ഒരു ക്ലിഫ് ഏരിയ ഉണ്ട്. അതിങ്ങനെ മണ്ണിടിഞ്ഞിടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു, അപ്പോൾ ആ എൻഡ് വരെ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കുറേ പേര് ഫാമിലി ആയിട്ടോ മറ്റോ വന്നിട്ട് അവിടെ ബാർബിക്യൂ ചെയ്യുന്നു, ഫാമിലി ആയിട്ടോ ചെറിയ ഗെറ്റ് ടുഗദർ നടത്തുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റിയ സ്പോട്ടാട്ടോ. ടെൻ്റൊക്കെ അടിച്ച ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ. എന്താടാ അതിൻ്റെ അറ്റത്തും ഒരു ക്ലിഫുണ്ട്. അതുപോലെ ദൂരെ നമുക്കൊരു മല കാണാൻ പറ്റുന്നുണ്ട്. അത് ഓക്ലാൻഡ് സിറ്റി തന്നെയുള്ളൊരു ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു മലയാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല, ഐലൻഡോ മലയോ എന്തോ ആണത്. അതുപോലെ ആ ക്ലിഫിൻ്റെ മുകളിൽ ഒരുപാട് വീടുകളും കാണുന്നുണ്ട്. അതിൻ്റെ പൊക്കത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. പിന്നെ എൻ്റെ മീശയും താടിയും പോയി കഴിഞ്ഞ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞിരുന്നു. മീശയും താടിയും കളഞ്ഞത് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഭയങ്കരമായിട്ട് തടി കൂടി, അപ്പോൾ ഞാൻ ഭയങ്കര മടിയനുമാണ് വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട്. അപ്പം മീശയും തടിയും കളഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ടെങ്കിലും ഞാൻ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ തന്നെ എടുത്ത് കളഞ്ഞതാണ്. പക്ഷെ അത് സക്സസ് ആയി. ഞാൻ ഇതുവരെ വലിയ മോശമില്ലാണ്ട് ജിമ്മിൽ പോകുന്നുണ്ട്. തടി കുറയ്ക്കണം, ഒരു 10 കിലോ തടി കുറയ്ക്കണം എന്നുള്ള പ്ലാനിലാണുള്ളത്. അതുപോലെ മുഖമൊക്കെ ചീർത്തു, അപ്പോൾ മുഖമൊക്കെ ഒന്ന് കുറയ്ക്കണം. ഷുഗർ കട്ട് ഓഫ് ചെയ്തു, ഫുഡ് കൺട്രോൾഡായി. അപ്പോൾ മൊത്തത്തിലൊന്ന് ഹെൽത്തിനെ നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് താടി മീശം കളഞ്ഞത്. അതല്ലാതെ വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങിയിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അതങ്ങനെ വലിയ സ്റ്റബോണായിട്ടൊന്നും ഞാൻ അങ്ങനെ അത് ഫോളോ ചെയ്യാറില്ല. പക്ഷേ ചെയ്തേ പറ്റുള്ളൂ. കാരണം 34 വയസ്സായി ഗൈസ്. 34 വയസ്സായിട്ട് ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് പടിയാവും. അതിലും നല്ലത് ഹെൽത്ത് നോക്കുന്നതാണല്ലോ. നമ്മൾ ഈ ലൊക്കേഷൻ്റെ അടുത്തെത്തിയിട്ടോ, പക്ഷേ ബീച്ചിൻ്റെ ഒരു എൻഡിലേക്ക് എത്താറായി. മലയുടെ ഒരു മല എന്ന് പറയാൻ പറ്റില്ല, ഒരു കുന്നിൻ്റെ ഒരു ചെരുവാണ്. ഒരു ചെരുവിൽ നല്ല രീതിയിൽ മരങ്ങളുണ്ട്, മറ്റേ ചെരുവിൽ മണ്ണാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഇടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡാണെന്ന് തോന്നുന്നു. അത് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്ന ഒരു സൈഡാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിലെൻ്റെ എൻഡിലേക്ക് എത്തിയിട്ട് കാണിക്കാവേ. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ടെക്സ്ചർ കേട്ടോ. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടോ, പാറക്കെട്ട് പോലെ നിൽക്കുന്നുണ്ട്. ചവിട്ടി നോക്കിയാലോ? കല്ലാണോ അതാ? വെള്ളം കയറുന്ന സ്ഥലം എന്തായാലും, കാരണം ഇതിൻ്റെ ഒരു അടിയിലേക്ക് വരുമ്പോൾ കേട്ടോ എന്തൊരു സ്ഥലം. ആൻഡ് അതിൻ്റെ എൻ്റെ മണ്ണിടിഞ്ഞ് പൊളിഞ്ഞ് വീണ ഒരു ഏരിയ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ടാവും. കറക്റ്റായിട്ട് ലെയർ വൈസ് കാണാൻ പറ്റുന്നുണ്ട്. ആ മരം, ആ മുകളിൽ നിൽക്കുന്ന മരത്തിൻ്റെ വേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ മരം വരെ വേണമെങ്കിൽ കട പൊളിക്ക് തല വീഴാം. അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് ചാൻസി. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ശരിക്കും
വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോ സ്റ്റാൻസിയുടെ അതിൻ്റെ ഹൈറ്റ് കണ്ടോ, അവിടെ നിന്ന് എങ്ങനെ വന്നാലും ഒരു 4-5 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഭയങ്കര വലുതാ. സൂം ഔട്ട് കണ്ടോ, ഇപ്പം മനസ്സിലാവും. അയ്യോ എന്താ ബ്യൂട്ടി അല്ലേ. എന്നാ മരം കയറി സ്റ്റാൻസി, മരം കയറി നദാൻ. ഓ ഇതൊരു ഏറ്റവും ഭയങ്കര പഴക്കമുള്ള മരം കേട്ടോ. നല്ല ഭംഗിയിലേ കാണാൻ. വെറുതെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഏതോ ഒരു മരം കടപുഴകി വീണ് അത് അവിടെ കിടന്ന് ഉണങ്ങിയതാ. പക്ഷെ എന്തൊരു ഭംഗി കാണാൻ. ഓ എന്തായാലും 1-2 ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കണം. ഓ വീടല്ലേ, ഉണങ്ങിയ കമ്പാട്ടാ, ഇടിഞ്ഞുളഞ്ഞ് വീടരുത്. ഈ ഒരു ഭാഗം ഒരു കപ്പലിൻ്റെ ഫ്രണ്ട് സൈഡ് പോലെ അതിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ തെന്നി നിൽക്കുക കേട്ടോ, മുട്ടി നിൽക്കുന്നു. കറക്റ്റ് ഒരു കപ്പലിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് പോലെ. ഹലോ, നല്ല ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ പോകാൻ തോന്നണു. എന്തായാലും ഒന്ന് അവിടെ വരെ പോയി നോക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് ആൾക്കാർ ഇരിക്കുന്നത് കണ്ടു. ഫിഷിങ്ങിന് വന്നേക്കുന്നതായിരിക്കും തോന്നണു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഫുള്ള് ഉരുളമ്പാറകളാണ്. അയ്യോ അതെനിക്ക് പേടി. കണ്ണിലേക്ക് പൊടിയൊക്കെ അടിക്കുന്നുണ്ട്. മോളിൽ നിന്ന് തലയിലേക്ക് വീഴുമെന്നുള്ള പേടി മാത്രമല്ല. ഇതിവിടെ കിടക്കുന്നതൊക്കെ എന്തായാലും മോളിൽ നിന്ന് വീണേ കഴിക്കുള്ളൂ. കുഞ്ഞാ അത്ര സേഫ് അല്ല. എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞു വിളിഞ്ഞ് വീഴോ. മോളിലൊക്കെ വിണ്ടിരിക്കുക. ഇത് കണ്ടോ, വിണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ദുർഘടം പിടിച്ച വഴിയിലൂടെ ചാടി നമ്മൾ വേറൊരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് ഗൈസ്. ഇതിന്റെ പേര് കറക്റ്റ് ആട്ടോ, ലോങ് ബേ ബീച്ച് എന്നുള്ളത്. കാരണം ഭയങ്കര നീളത്തിൽ കിടക്കാണ്. കണ്ടോ, ഞങ്ങള് ആ ഒരു എൻഡിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അപ്പൊ അവിടുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കിടക്കാണ് അല്ലേ. അതുപോലെ തന്നെ ഇനി ഒരു കുറച്ച് ദൂരം ചെന്നപ്പോ വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഇതുണ്ട്, ക്ലിഫുണ്ട്. അത് കഴിഞ്ഞപ്പോ പിന്നെയും അവിടുത്തെ ബീച്ചാ. അപ്പൊ പേര് കറക്റ്റാ, അൺലിമിറ്റഡ്. ഇത് ലോങ് ബേ എന്നല്ല, അൺലിമിറ്റഡ് ബേ എന്ന് ഇടണമായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഒരു ടെക്സ്ചർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതായത് ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. സ്റ്റാൻസി അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ടൈറ്റാനിക് ആണോ? Every night in my dreams I see you. പ്രാവാണോ? പ്രാവല്ല, മറ്റേ കുഞ്ഞാ അതിന്റെ പേരെന്താ കിളിയുടെ? അയ്യോ, സീകൾ. നമ്മുടെ നാട്ടിലെ കാക്ക, അതാണ് സീകൾ ഇവിടുത്തെ. എനിക്ക് തോന്നുന്നു ഇത് ഈ മോളിലുള്ളത് ചുണ്ണാമ്പും അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടേ അതിങ്ങനെ പാറ പോലെ കൂടിച്ചേർന്ന് നിൽക്കണായിരിക്കും. കാരണം ഇതിൻ്റെ ടെക്സ്ചറിൻ്റെ മോൾ ഭാഗം കറുപ്പാണെങ്കിലും അതിൻ്റെ ഇന്നർ സൈഡ് കണ്ടോ, ഈ മലയുടെ സെയിം മണ്ണിൻ്റെ കളറാണ്. അപ്പം ചുണ്ണാമ്പ് പോലത്തെ എന്തെങ്കിലും ഒരു മിശ്രിതമായിരിക്കും ഇടിഞ്ഞൊളിഞ്ഞ് വീഴുന്നത്. അത് മണ്ണായിട്ട് ചേർന്ന് കല്ല് പോലെ കിടക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ചുമ്മാ നടന്നു വന്നപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ചെറിയൊരു കുഞ്ഞു കുളം. ഇവിടെ ഇങ്ങനെയുള്ള വ്യൂ. നല്ല രസമുണ്ടല്ലേ. ഇവിടെ ബിഗ് ഹാർട്ട്. ഒരുപാട് സിനിമയുടെ മറ്റേ സോങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, ന്യൂസിലാൻഡിൽ ഒരുപാട് ബീച്ചുകളിലും ഒരുപാട് ഭംഗിയുള്ള ലൊക്കേഷനിലും. പിന്നെ ഇതാ നൈസായിട്ട് സൺസെറ്റായി തുടങ്ങി. അതിൻ്റെ ഒരു ഭംഗിയില്ലേ എൻ്റെ മോനെ. ഇവിടെ ഇപ്പോൾ സമയം 7:45. സമ്മർ ഓൾമോസ്റ്റ് എൻഡ് ആവാറായി. അപ്പോൾ സമ്മർ ടൈമിൽ ഭയങ്കര ലേറ്റായിട്ടാണ് സൺസെറ്റ് ആവത്തുള്ളൂ. ഒരു 9 മണി വരെയൊക്കെ ഇതുപോലൊക്കെ തന്നെ അത്യാവശ്യം വെളിച്ചം ഉണ്ടാവാറുണ്ട്. നടന്നാൽ തീരാത്ത ബീച്ച് പേര് മാറ്റി. ഒരു പട്ടിക്കുട്ടൻ നടന്നു പോകണ്ടല്ലേ. എന്തെന്തിനാ നീ ഓടിക്കണേ? ഇഷ്ടല്ലേ? എന്താ റാബിറ്റിന് ഇഷ്ടല്ലാത്ത? പിന്നെ ആര് പറഞ്ഞു റാബിറ്റ് റൺ ചെയ്യൂലോ?
അതിൻ്റെ അറ്റത്തേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ നടക്കാൻ വയ്യ. അയ്യോ വയ്യേ. 2 വലിയ ഡോഗ് വന്നു, ബിഗ് ഡോഗ്സ്. ഒരുപാട് പേര് പട്ടിനെയും കൊണ്ട് നടക്കാൻ വരുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. ഇപ്പോൾ നമ്മൾ വന്ന പോലെയല്ല, കുറച്ചും കൂടി ഒരു ടൈം ആയപ്പോൾ കണ്ടോ ആൾക്കാർ കൂടി. നമ്മൾ പോയപ്പോൾ ഇത്രയും പേരൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ആവുന്നതനുസരിച്ച് ആൾക്കാർ കൂടുമെന്ന് തോന്നുന്നു അല്ലേ? രാത്രി ആവുന്നതനുസരിച്ച് ആൾക്കാർ കൂടുന്നുണ്ട്. ആരോ ഉണ്ടാക്കി വെച്ച സ്റ്റാർ ഫിഷ് അല്ലേ? കക്കയും കൊണ്ടുള്ള സ്റ്റാർ ഫിഷ്. ദേ ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, സ്റ്റാച്ചു ഓഫ് ഓക്ലാൻഡ്. ഈ സ്റ്റാച്ചുവിനെ ചിരിപ്പിക്കുന്നവർക്ക് 100 രൂപ. രണ്ടാമത്തെ സ്റ്റാച്ചു. നമസ്തേ മിണ്ടുന്ന സ്റ്റാച്ചു. ഒന്നും കൂടി വായിച്ചേ. നമുക്ക് നാട്ടിൽ പോകുന്നില്ലേ, ഇത് പഠിക്കാം. നാട്ടിൽ ചെന്നിട്ട് പറയാം നോ ഡോഗ്സ്. അതിനാണ് ഇത് ന്യൂസിലാൻഡില് 2 ലാംഗ്വേജ് ഉണ്ട്. മവോരി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും പഴയ ആൾക്കാരുടെ ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ അവരുടെ ലാംഗ്വേജിലുള്ളതാണ് ഇപ്പം നമ്മൾ വായിച്ചത്. അതുപോലെ സ്കൂളിന് എന്താ കുഞ്ഞാ പറയുന്നത് അവരുടെ ലാംഗ്വേജിൽ? കുറ സ്കൂൾ എന്നാണ് ബോർഡ് ഉണ്ടാവുക. നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം വായിക്കുക കൂറ സ്കൂൾ എന്ന് നമ്മൾ ആദ്യം വിചാരിക്കുക. പക്ഷെ കൂറ സ്കൂൾ അല്ല അല്ലേ, കുറ സ്കൂൾ. കുറ എന്ന് പറഞ്ഞ സ്കൂൾ. ഇതാണ് ആ ക്യാമ്പിംഗ് ഗ്രൗണ്ട്. ഇതിൻ്റെ ചെറിയൊരു ഭാഗം, ഒരുപാടുണ്ട് അങ്ങോട്ട്, ഏക്കർ കണക്കിനുണ്ട്. ഒത്തിരി പേര് ടെൻ്റായിട്ട് വന്ന് ഫുഡ് വയ്ക്കുന്നു, ബർത്ത്ഡേ പാർട്ടി നടക്കുന്നു, ബാർബിക്ക് ചെയ്യുന്നു. നല്ല കിടിലൻ സ്പോട്ട് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന സ്പോട്ട്. ഇവിടെ പാർക്കിംഗ് ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. കണ്ടമാനം പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങോ കാര്യങ്ങളൊന്നും അല്ല, വെറുതെ കിടക്കുന്ന സ്ഥലം. കണ്ടമാനം പാർക്കിംഗ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ. ഒരു സൺസെറ്റും കൂടി ആയപ്പോൾ. അതെ പിള്ളേർക്ക് കളിക്കാൻ അവിടെ ഒരു പാർക്കുണ്ട്. അടുത്തത് ഇനി അങ്ങോട്ടാണ് പോകുന്നത്. പാർക്കിലേക്ക് പോകാമെന്ന് വെച്ചു. വണ്ടിയുടെ ഉള്ളിലുള്ള കുറച്ച് വെള്ളവും ജ്യൂസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. പാർക്കിങ്ങിൽ നിന്ന് കടലിലേക്കുള്ള വ്യൂ ആട്ടോ. കറക്റ്റ് ആ താഴെ കാണുന്നത് കടലാണ്. പിന്നെ മേഘത്തിൻ്റെ 2 കളർ ഷെയ്ഡ്, അത് കിഴക്കാണ്. എന്നാൽ ഇപ്പുറത്ത് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാറായപ്പോഴുള്ള കളർ നോക്കിയേ. അവിടെ ഇങ്ങനെ ഒരു തീ കത്തി നിൽക്കുന്ന പോലെ, ആ പച്ച മലയുടെ ഇടയിൽ അവിടെ എന്തോ ഒരു അല്ലേ തീ ഇട്ട പോലെ. അത് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ. അയ്യോ എന്ത് ഭംഗിയല്ലേ. ഇവിടെ പിള്ളേരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പിള്ളേരുടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ പാർക്കിലും ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് തൂങ്ങി പറന്ന് വന്ന് ഇവിടെ വന്ന് ഇടിച്ച് നിൽക്കും. സ്പ്രിങ്ങാണ്, അതിലിങ്ങനെ വന്ന് നിൽക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നദാന അവിടെ നിന്ന് കയറുന്നുണ്ട്. അവിടെ നിന്ന് കയറി അതിങ്ങനെ വലിഞ്ഞ് വരും, വന്ന് ഇവിടെ വന്ന് ഇടിച്ച് നിൽക്കും. ഓ മൈ ഗോഡ്. സ്പ്രിങ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് അതേപോലെ തന്നെ തിരിച്ചവിടെ എത്തുകയും ചെയ്യും. നല്ല രസാട്ടോ. അങ്ങനെ സ്റ്റാൻസി പോവാൻ പോവുകയാണ്. അവിടെ പോയി ഇടിച്ച് പറന്നു പോമിക്കാറും. ദൈവമേ, ചാടി ചാടി പറ്റിട്ടുണ്ട്. പോടറാ ഒരുമിച്ച്. അപ്പുറത്തൊരു ബാത്റൂം ഉണ്ട്. കൈ വിട്ട് കഴിഞ്ഞാൽ നേരെ ബാത്റൂമിന്റെ മുകളിലാ. അപ്പൊ നമ്മുടെ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നമ്മുടെ സൺഡേ ബീച്ച് ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ അവസാനിക്കുന്ന സമയത്ത് ഭയങ്കര വിശപ്പായിരുന്നു. വിശന്നപ്പോൾ ഞങ്ങൾ ശരവണഭവൻ തപ്പി വന്നു. ന്യൂസിലാൻഡിൽ ശരവണഭവൻ ഉണ്ട്. ശരവണഭവൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ റീൽ നമ്മൾ ചെയ്യുന്നുണ്ട്. വ്ളോഗല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും വീഡിയോസ്. ശരവണഭവനിൽ വന്ന് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കുള്ള എല്ലാ ഡീറ്റെയിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീലിലുണ്ടാവും. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. ശരവണഭവൻ എത്ര റേറ്റിംഗ് കൊടുക്കും ഔട്ട് ഓഫ് 10? ശരവണഭവൻ 10 ഔട്ട് ഓഫ് 10 ഡെഫിനറ്റ്ലി. ഒരു രക്ഷയില്ല. സൂപ്പർ അല്ലേ ശരവണഭവൻ? നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ പറ.